ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാറമേക്കാവിൻ്റെ ചമയ പ്രദർശനം കാണാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം നമ്മൾ കാറിലാണ് കേട്ടോ പോണത്. പൂരത്തിൻ്റെ തലേദിവസം രാത്രിയാണ് ചമയം കാണാനായിട്ട് പോണത്. ഇതിപ്പോൾ ഇന്നായിരുന്നു കേട്ടോ പൂരം. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വൈകി, തലേദിവസമല്ലേ എടുത്തത്. അപ്പോൾ പിന്നെ പൂരത്തിൻ്റെ തിരക്കൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ വൈകി. പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും എടുത്തതല്ലേ, യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടുകയാണ് കേട്ടോ. ഇതാണ് തിരുവമ്പാടി അമ്പലം. തിരുവമ്പാടി അമ്പലത്തിന് മുന്നിൽ കൂടാണ് കേട്ടോ പോണത്. തിരുവമ്പാടി അമ്പലം അലങ്കാരം തിരക്കുണ്ട് കേട്ടോ. ജനങ്ങൾ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട്. പൂക്കൾ കൊണ്ടും വന്താപ്പമായി അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തിരുവമ്പാടി അമ്പലത്തിന് മുന്നിൽ കൂടാണ് കേട്ടോ പോണത്. അപ്പം നേരെ പോയി കഴിഞ്ഞാൽ നായ്ക്കനാലായി. അങ്ങനെ നായ്ക്കനാലായി കഴിഞ്ഞാൽ നമുക്ക് പന്തലുകളും കാണാമല്ലോ. തിരുവമ്പാടിയുടെ പന്തലുണ്ട്. പിന്നെ അതേ വഴി അങ്ങനെ റൗണ്ട് വഴി അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പന്തലും കണ്ടിട്ട് നമുക്ക് ചമയം കാണാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് കേട്ടോ. പക്ഷേ അങ്ങോട്ട് കൗസ്തുഭത്തിൻ്റെ മുന്നിൽ നിന്ന് വണ്ടികൾ തടയായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വേറെ വഴിക്ക് റൗണ്ടിൽ കയറി. പക്ഷേ റൗണ്ടിൽ കയറിയിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. പാറമേക്കാവിൻ്റെ ആ ഭാഗത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. റോഡും പിന്നെ പാറമേക്കാവ് അമ്പലത്തിലെ ചമയം കാണാനായിട്ട് നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. തിരുവമ്പാടിയിൽ അത്ര ക്യൂ ഒന്നും കണ്ടില്ല കേട്ടോ. ഇതാണ് കൗസ്തുഭം. കൗസ്തുഭത്തിന് മുന്നിലൊന്നും അത്ര ക്യൂ ആയിട്ടൊന്നും കണ്ടില്ല. അത്യാവശ്യം ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് തിരക്കുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ക്യൂ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പാറമേക്കാവിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല ക്യൂ ആയിരുന്നു. 2-3 വരിയായിട്ടുള്ള ക്യൂ ആയിരുന്നു കേട്ടോ. അതേമാതിരി അമ്പലത്തിൻ്റെ മുന്നിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ കുറേ ഒന്ന് ചുറ്റി അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ അവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് നടന്നിട്ടാണ് കേട്ടോ പാറമേക്കാവിലേക്ക് പോയത്. നമ്മൾ റൈറ്റ് സൈഡിൽ കാണാൻ ചെറുതായിട്ട് കണ്ടില്ല, അതാണ് തിരുവമ്പാടിയുടെ ഒരു പന്തൽ. അപ്പോൾ അവിടെ നിന്ന് നിർത്താനേ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ റൗണ്ടിലേക്ക് കടന്നു. പക്ഷേ അവിടെയും ബ്ലോക്ക് ആയ കാരണം ഞങ്ങൾ പിന്നെ വേറെ വഴി കൂടെ ഒക്കെ പോയിട്ട് സ്റ്റേഡിയത്തിൻ്റെ അവിടെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ പാറമേക്കാവ് അമ്പലത്തിലേക്ക് വന്നു. അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടി കേട്ടോ. കുറച്ച് ദൂരെയാണ് കിട്ടിയത്. അവിടെ നിന്ന് നമ്മൾ നടക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, വഴിയരിയിലൊക്കെ നിറച്ച് വണ്ടികൾ പാർക്ക് ചെയ്തേക്കുക. 2 വീലേഴ്സാണ് കൂടുതൽ. അതുപോലെ തന്നെ കാറുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. ഇതേ കണ്ടില്ലേ, ക്യൂ ചമയം കാണാനുള്ള ക്യൂ കണ്ടോ. കുറേ ദൂരേന്ന് തന്നെ തുടങ്ങിയേക്കാണ് ക്യൂ. നല്ല ക്യൂ ആയിരുന്നു. 2-3 വരിയൊക്കെ ആയിട്ടാണ് ക്യൂ. കുറേ നീളത്തിൽ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ ചമയമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചമയം കാണാനായിട്ട് നമുക്ക് പിന്നെ പാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, ക്യൂ നിൽക്കേണ്ടി വന്നില്ല. അതേ കണ്ടില്ലേ, നോക്കൂ എന്ത് ഭംഗിയായിട്ട് അമ്പലം അലങ്കരിച്ചേക്കണേന്ന്. നല്ല കളർഫുള്ളായിട്ടായിരുന്നു കേട്ടോ. തിരക്ക് കണ്ടോ ജനങ്ങൾ. അയ്യോ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ ടൗണിന് തൊട്ടടുത്ത പിന്നെ ഓപ്പോസിറ്റാണ് പാറമേക്കാവ് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഫ്രണ്ടിലാണ് എക്സിബിഷൻ്റെ ഫ്രണ്ട് സൈഡ്. അപ്പോൾ അവിടെയും തിരക്ക്. അതിൻ്റെ തൊട്ട് മുന്നിലാണ് വടക്കുന്നാഥൻ. അപ്പോൾ എല്ലാം കൊണ്ടും ആ സൈഡ് ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. അതായത് ആൾക്കാർ ചമയം കണ്ടിട്ട് പോണു. പിന്നെ അമ്പലത്തിൽ തൊഴാൻ വരുന്നവരും പിന്നെ ഇതൊക്കെ കാണാനായിട്ട് ഫുള്ള് പൂരത്തിനായിട്ട് ഇറങ്ങിയ ആൾക്കാരൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പം നമ്മൾ അമ്പലത്തിലെത്തിയിട്ടോ. ഇനി ഓഫീസിൽ പോയിട്ട് പാസ് മേടിക്കണം. പാസ് മേടിച്ചിട്ട് നമുക്ക് ചമയം കാണാം. അപ്പോൾ അതിനും കുറച്ച് ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറി. അപ്പോൾ അതേ കുടകൾ നിറച്ച് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഡബ് ചെയ്യണത് പൂരം കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ കുടമാറ്റം കണ്ടു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡബ് ചെയ്യണത്. ഈ കുടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഇരിക്കണ കുടയൊക്കെ ഉണ്ടായിരുന്നു. പാറമേക്കാവിൽ ദേവിയുടെ കണ്ടില്ലേ ഫോട്ടോ, ഇങ്ങനെ ആലേഖനം ഇങ്ങനെ നടുക്കുണ്ടോ ഫോട്ടോ. ഈ കുടയൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഡബ് ചെയ്യണത് ഈ പൂരത്തിൻ്റെ കുടമാറ്റം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കുടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരിക കുടമാറ്റത്തിന് ഈ കുടയുടെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അതേ സെയിം തന്നെ. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പം അത് കഴിഞ്ഞിട്ട് കുടമാറ്റം കഴിഞ്ഞിട്ട് ഇത് കാണുമ്പം ശരിക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ തന്നെ നടുക്ക് ആ കുട തന്നെയായിരുന്നു, ഗ്രീൻ കുട തന്നെയായിരുന്നു പിങ്കിൻ്റെ ഇവിടെ. പിന്നെ ഇവിടെ ആനകൾക്കുള്ള കിങ്ങിണി, അരമണി അങ്ങനെ അതൊക്കെ നല്ല കളർഫുള്ളായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നിറയെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുടമാറ്റത്തിന് കുട കാണുമ്പം ഇങ്ങനെ അതിൻ്റെ ഡിസൈൻ ഇപ്പോൾ ഒരു കണ്ടില്ലേ, പിങ്ക് കളറിൽ തന്നെ നിറയെ ഡിസൈനുകളുണ്ട്. പക്ഷേ അത് നമ്മൾ കുടമാറ്റത്തിന് ദൂരെ നിന്ന് കാണുമ്പം ഒരു പിങ്ക് കളറായിട്ടായിരിക്കും നമുക്ക് തോന്നുക. അല്ലെങ്കിൽ ടി വിയിൽ കണ്ടാലും എപ്പോഴും ഒന്നും അവർ ഫോക്കസ് ചെയ്തൊന്നും കാണിക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ ആനച്ചമയത്തിന് നമ്മൾ ഇതൊക്കെ കാണാൻ വരുമ്പോൾ നമുക്കത് ഫുള്ളായിട്ട് അത് കണ്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഡിസൈനിങ്ങും
പിന്നെ എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. എത്ര കലാകാരന്മാർ പണിയെടുത്തിട്ടാവും അല്ലേ ഇത്രയും എല്ലാം പുതിയതാവും കേട്ടോ. പൂരത്തിന് ഉണ്ടാക്കണ ഈ സംഭവങ്ങളൊക്കെ പുതിയതായിരിക്കും. കുടയായാലും വെഞ്ചാമരം എല്ലാം പുതിയത്, ഓരോ കൊല്ലവും പുതിയതായിരിക്കും ഉണ്ടാക്കണത്. അപ്പോൾ എത്ര കലാകാരന്മാർ പണിയെടുത്തിട്ടാവുമല്ലോ ഈ പുതിയ സംഭവങ്ങൾ. അതും ഓരോ ഡിസൈൻ നല്ല നല്ല രസം കേട്ടോ, നല്ല ഭംഗിയായിട്ട്. ഇതിൽ എത്രത്തോളം ഭംഗി എനിക്കറിയില്ല കാണാൻ പറ്റുമെന്ന്, പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടോ. ഓരോ കുടയും വേറിട്ട ഡിസൈനും വേറിട്ട കളറും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഈ ആനച്ചമയം. അതുമാതിരി കണ്ടോ ഇതുപോലെ വഞ്ചാമരവും എന്താ പറയുക ഇതൊക്കെ ഒരുക്കി വെച്ചേക്കുന്ന കാണാനും അതിലും ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ആനച്ചമയം കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും അത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഷൂട്ട് ചെയ്യണം, അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കും കേട്ടോ. ഓരോരുത്തർക്കും ഇങ്ങനെ ഷൂട്ട് ചെയ്യണമല്ലോ. അവർ സെൽഫി എടുക്കുന്നുണ്ട്, കുറേ ആൾക്കാർ യൂട്യൂബിലിടാനായിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്, അല്ലാതെ സ്റ്റാറ്റസ് ഇടാൻ അങ്ങനെ കുറേ. എല്ലാവരുടെയും ഇപ്പം മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെയും മൊബൈലാട്ടോ. എല്ലാവരും ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് ഭംഗിയല്ലേ അതിൻ്റെ ക്ലോത്തൊക്കെ നല്ല ഷൈനിങ് ആയിട്ട് നല്ല ഭംഗിയുള്ള കുടകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ അമ്പലങ്ങളുടെ തിരുവമ്പാടി, പാറമേക്കാവ്, പിന്നെ വടക്കുംനാഥൻ, അങ്ങനെ 3 അമ്പലങ്ങളുടെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മിനിയേച്ചർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് രസമാണ് നോക്കൂ. ഇത് തിരുവമ്പാടി അമ്പലമാണ്, അല്ല ഇത് പാറമേക്കാവ് അമ്പലമാണ്. പിന്നെ ഇത് നമ്മുടെ വടക്കുംനാഥൻ അമ്പലം, അതും നല്ല ഭംഗിയായിട്ട് നല്ല മനോഹരമായിരുന്നു കേട്ടോ. അത് ഇതിന് തിരുവമ്പാടി അമ്പലമാണിത്. അതും ഇങ്ങനെ മനോഹരമായിട്ട് അതിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇതും 2 ഫ്ലോറിലായിട്ടായിരുന്നു കേട്ടോ ആനച്ചമയം വെച്ചേക്കണത്. ഇനിയിപ്പോൾ നമ്മൾ താഴത്തെ ഫ്ലോറിലേക്ക് മുകളിലേക്ക് പോവാണ് കേട്ടോ. താഴെ കണ്ട് ഇനി നമ്മൾ മുകളിലേക്ക് പോവാണ്. മുകളിലും കുറേ കുടകളും സംഭവങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് സ്പെഷ്യൽ കുടകളൊക്കെ ഉണ്ട് കേട്ടോ. ഹനുമാൻ സ്വാമി, അങ്ങനെ കുറേ സ്പെഷ്യൽ കുടകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുട എല്ലാം നിവർത്തി വെച്ചേക്കാണ് കേട്ടോ. കുറേ ഇങ്ങനെ നിവർത്തി, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നോക്കൂ, ആ ബ്ലൂ കുടയിൽ സിൽവറൊക്കെ വന്നപ്പോൾ എന്ത് ഭംഗിയാണ്. അതിൻ്റെ ഡിസൈനൊക്കെ നമുക്കിങ്ങനെ അടുത്ത് നിന്ന് കാണാം കേട്ടോ. കുറേ അതുമാതിരി ഈ സൈഡ് കുട നിവർത്താത്ത കുട കുറേ ഈ സൈഡ് വെച്ചിട്ടുണ്ട്. ഈ സൈഡ് ഫുള്ളിങ്ങനെ നിവർത്തി വെച്ചേക്കാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ പല കളറായിട്ട് എന്ത് രസമാണ്. എല്ലാ കുടയും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കളർ കോമ്പിനേഷനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഓരോ കുടകളിലും കണ്ടോ സീക്വൻസ് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്ത് രസമാണ് കാണാനായിട്ട്. കണ്ണെടുക്കാനേ തോന്നിയില്ല. അങ്ങനെ നിവർത്തി വെച്ചോണ്ടേ അതിങ്ങനെ മടക്കി വെക്കുമ്പോൾ നമുക്ക് അത്ര ഭംഗി കണ്ട. ആ സൈഡൊക്കെ ഇങ്ങനെ മടക്കി വെച്ചേക്കുക, അപ്പോൾ അത്ര തോന്നിയിരുന്നില്ല. പക്ഷേ ഇവിടേക്ക് മുകൾ ഭാഗത്തേക്ക് വന്നപ്പോഴേ നിറച്ച് ഇങ്ങനെ നിവർത്തി വെച്ചേക്കണം. എന്ത് രസമാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ആ മൾട്ടി കളർ കുട, യെല്ലോ കുട എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കഥകളിയുടെയൊക്കെ മോഡൽ അങ്ങനെയുള്ളൊരു കുട, അങ്ങനെയുള്ളൊരു കുടയൊക്കെ സ്പെഷ്യൽ കുടകൾ കുറേ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാറമേക്കാവിൻ്റെ ചമയപ്രദർശനവും കണ്ടു കേട്ടോ. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങണം. ഇതിപ്പം നമ്മൾ മുകളിലേക്ക് 2 നിലകളിലായിരുന്നല്ലോ. അപ്പം ആദ്യം താഴെ കണ്ടിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോയത്. ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. താഴെ ഇറങ്ങിയപ്പോഴാണ് പൂരത്തിൻ്റെ ജനം. ശരിക്കും പൂരമാണല്ലോ, അങ്ങനെ തന്നെ പറയാം. അത്രയ്ക്ക് ജനങ്ങളായിരുന്നു കേട്ടോ. ഫ്രണ്ട് സൈഡ് അതിലും തിരക്കായിരിക്കും. ഇനിയിപ്പം ഇതൊരു സൈഡാണ്. ആ സൈഡിലേക്ക് ചമയം കണ്ട് പിന്നെ പോന്നവരും പിന്നെ തൊഴാൻ വന്നവരും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആനകൾ അവിടെ ഉണ്ടായിരുന്നു. ആനകളെ അവിടെ സൈഡിൽ ഇതേ ഒരു ആനയൊക്കെ ഉണ്ടോ. അതുപോലെ തന്നെ അപ്പുറത്തൊക്കെ 3-4 ആനകളുണ്ടായിരുന്നു. അതിനെ കാണാനും നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുമാതിരി നമ്മുടെ അമ്പലത്തിൻ്റെ അതിൽ നിറച്ച് ലൈറ്റിങ്സ് അല്ലേ, അപ്പോൾ അതൊക്കെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാനായിട്ടും നല്ല ജനങ്ങളായിരുന്നു കേട്ടോ. ഇൻസൈഡ് കണ്ടില്ലേ, നല്ല തിരക്കാണ്. പാറമേക്കാവ് അമ്പലത്തിൻ്റെ ഗോപുരം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ലൈറ്റ്സ് കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചത്, അതിങ്ങനെ കളർ മാറി മാറി വരുന്നുണ്ടായിരുന്നു. ഗ്രീൻ, ബ്ലൂ, റെഡിഷ്, അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുകയാണ് കേട്ടോ.
അപ്പോൾ ദേ ഇപ്പോഴും ക്യൂ നിന്നിട്ടില്ല കേട്ടോ, ചമയം കാണാനുള്ള ക്യൂ നിന്നിട്ടില്ല. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും ക്യൂ ഇങ്ങനെ 10 മണി 10:30 വരെയൊക്കെ ഉണ്ടാവും കേട്ടോ ചമയ പ്രദർശനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യൂ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് കപ്പലണ്ടിയൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിച്ച് കുറച്ച് നടക്കണമായിരുന്നു കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക്. അപ്പോൾ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കുറച്ചിങ്ങനെ നടന്ന് വണ്ടി എടുത്ത് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്